ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയാൽ യേശുബ്രാൻ നിങ്ങളെ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്നു നിറയ്ക്കട്ടെ. മക്കൾ ക്രിസ്തുവിശ ലോകത്തിൽ ഉന്നതർ ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഇതൊക്കെ ഏറ്റെടുത്തു. ആമേൻ എന്ന് പറഞ്ഞാൽ മീനിങ് അറിയാമോ? ദൈവനാമത്തിൽ ഇതെങ്ങനെ സംഭവിക്കട്ടെ. നമ്മളത് സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിലേ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ദൈവം എന്നല്ല, മതം, അങ്ങനെ ഒരു മനുഷ്യരൂപം, അത് ആ രൂപമൊക്കെ അല്ല, വചനമാണ്. ഇപ്പം മഹാത്മാഗാന്ധി ഇപ്പോഴും നമ്മളീ ജീവിക്കണം. എങ്ങനെയാണ് മഹാത്മാഗാന്ധി ചെയ്ത പ്രവൃത്തിയും വായിൽ നിന്ന് വന്ന വാക്കുകളും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ എല്ലാ മതത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞ കേട്ടോ, നമ്മുടെ അതുപോലെയാണ് യേശു ജീവിക്കുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാമൊഴിയാൽ തന്നിരിക്കുന്ന വചനമാണ്, അതാണ് ദൈവം. അല്ലാണ്ട് ആ ഡാവിഞ്ചി വരച്ചൊരു പടം അതുപോലെയൊന്നുമല്ല യേശു ഇരിക്കണേ. യേശു നല്ല വണ്ണമുള്ള ആളായിരിക്കും. ഭോജനപ്രിയൻ നിങ്ങൾ എന്നെ വിളിക്കുന്നല്ലോ എന്നൊക്കെയല്ലേ പറഞ്ഞേ. ആ പടത്തിലൊക്കെ അങ്ങ് ക്ഷീണിച്ച് യേശുവിനെ അല്ലേ, ചിരിക്കാത്ത യേശു. എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ യേശുമ്പരാൻ ചിരിക്കുന്ന ഒരു പടം പോലുമില്ല. ഡാവിഞ്ചി യേശുവിനെ കരയണ ഒരു പിക്ചറാക്കി. പക്ഷെ യേശു എപ്പോഴും സന്തോഷിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണം. അപ്പോൾ ഒരാൾ പറയണമെന്നല്ല കാര്യം. 2 പത്രോസ് 2:20 ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏതിനോടാണ് തോറ്റിരിക്കണേ അതിൻ്റെ അടിമയായേക്കുവാന്ന്. ചിലർ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് പിന്നെ അടിമ. ഈ കള്ളുടിയന്മാരെ തന്നെ പറയണം കേട്ടോ. നമ്മൾ സീരിയലിനൊക്കെ അടിമയാകുമ്പോൾ കർത്താവും രക്ഷിതാവുമായ പാപത്തിന് അടിമയാകണ കാര്യം പറഞ്ഞത്. കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോകും. ഒത്തിരി മനുഷ്യരങ്ങനെയല്ലേ, പ്രാർത്ഥനയെ ശക്തമായിട്ട് വരും, എന്നിട്ട് പിന്നെ അതിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. ദൈവത്തെ അറിഞ്ഞ് യേശു ജീവനുള്ള ദൈവമാണെന്നറിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പിന്നെ അതിൽ നിന്ന് അവർ പ്രാർത്ഥിച്ച വിഷയം ചിലപ്പോൾ അന്നേരം അത് നടന്നാൽ അവർക്ക് കൊള്ളൂലായിരിക്കും. പക്ഷെ നമ്മളറിയണില്ലോ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാണ്ട് വരും. ഒരു കൊച്ച് കത്തി ചോദിക്കുക, ബ്ലേഡ് ചോദിക്കുക, നമ്മൾ അപ്പനോ അമ്മയോ കൊടുക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ അവരുടെ കൊച്ചിൻ്റെ കൈ മുറിയൊന്നും കൊച്ചിനെ അറിയാൻ പാടില്ല, പക്ഷെ നമുക്കറിയാം. അതുപോലെ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യവും ചിലപ്പോൾ നമുക്ക് നല്ലതല്ലായിരിക്കും. നമുക്ക് നല്ലത് മാത്രമേ ദൈവം തരുള്ളൂ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ വലിയ പദ്ധതി ഇട്ട് നമ്മളെ സൃഷ്ടിച്ചേക്കണേ. അത് നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടക്കാത്തത് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. അതിനേക്കാളും വലുതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതി. അത് വെളിപ്പെട്ട് തന്നെ വരും. അപ്പോൾ ക്ഷമയോടുകൂടി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, പിറുപിറുക്കാതെ. അപ്പോൾ യേശുമ്പരാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ മൊഡാലിൻ്റെ പ്ലെയിൻ സാരി ഇത് കണ്ടോ. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഒറിജിനൽ മൊഡാലാട്ടോ, പ്ലെയിൻ ബ്ലാക്ക്. $4899 ഒറിജിനൽ ആട്ടോ. ഇത് മേത്ത് വയ്ക്കുമ്പോഴേ മൊഡാലിൻ്റെ ഗുണം നിങ്ങൾക്കറിയാലോ, ഭയങ്കര കൂളിങ്, AC-യിൽ ഇരിക്കണ പോലെ. പിന്നെ ഇങ്ങനെ ഇപ്പം സാരികളെല്ലാം ഇങ്ങനെ ഒട്ടിക്കിടക്കണതും ഇങ്ങനത്തെ കനം കുറഞ്ഞതും ഇങ്ങനെ ചേർന്ന് കിടക്കണതൊക്കെ അല്ലേ ഇഷ്ടം. അതിൻ്റെ ഒരു കളർ നമ്മൾ ഒത്തിരി പേര് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് ചെയ്യിച്ചതാണ്. എല്ലാ കളറും എടുത്തില്ല. ഇത് നോക്കിയേ, നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ച അത് എംബ്രോയ്ഡറി വ്യത്യാസം ഉണ്ടായിരുന്നു. പെപ്സി കോട്ടൺ 2299 കോട്ട കേട്ടോ, പെപ്സി കോട്ടയാട്ടോ. ഡിസൈൻ വ്യത്യാസമുള്ളൂ. നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ. അന്ന് കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് വെച്ചിട്ട് ഇപ്പോഴാട്ടോ തന്നെ. ബ്ലൗസ് ഹക്കോബ ബ്ലൗസ്, നല്ല സാരി, ബോട്ടിക് സാരിയാണ്, നെള്ളും അടിക്കില്ലേ. നല്ല കളർ ചാർട്ട് കേട്ടോ. അടിപൊളി.
നല്ല രസമില്ലേ? നല്ല ലൈറ്റ് ബ്ലൂ. അതെ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയത് വന്നത് എന്നും വീഡിയോ വരുന്നുണ്ട്. അപ്പം അതെടുക്കാം. ഓൺലൈനിൽ എത്തിച്ചു തരും. ഓൺലൈനിൽ ഓർഡർ ശരിക്കും ഓർഡർ എൻക്വയറി എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുകൂടാതെ അതിമനോഹരമായ 2 സ്കീമുണ്ട്. സ്കീമിനെ പറ്റി അറിയണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9447575564. ഏറ്റവും അധികം ആൾക്കാർ ഓൺലൈൻ സ്കീമിൽ ചേർന്നേക്കണത് രേവതി വെഡ്ഡിങ് കളക്ഷനിലെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആട്ടോ. നിങ്ങൾ ഓൺലൈൻ ഗൂഗിൾ പേയിലോ അക്കൗണ്ടിൽ കൂടെയോ പൈസ ഇട്ടാൽ മതി. അപ്പോൾ അക്കൗണ്ട് വഴിയുള്ള പൈസയ്ക്ക് എപ്പോഴും സേഫ്റ്റിയാണ്. ആ പൈസയ്ക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കും, എൻ്റെ പ്രസ്ഥാനവും. അല്ലെങ്കിൽ ആ പൈസ നമുക്ക് ഒരു കോടതിയോ എവിടെ വേണേലും പ്രൂഫ് ചോദിക്കണത് അക്കൗണ്ട് വഴിയുള്ള പൈസയ്ക്ക് മാത്രമാട്ടോ തെളിവുള്ളൂ. അപ്പം നിങ്ങൾ ധൈര്യസമേതം ആ സ്കീമുകളിലൊക്കെ ചേർന്ന് ഒന്നും പേടിക്കണ്ട. എപ്പോഴും എന്ത് കൊടുത്താലും അക്കൗണ്ട് വഴി കൊടുക്കുക. മുടി കളർ ചെയ്തോന്ന്. അടുത്ത ദിവസം എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണം. ചുമ്മാ ഇച്ചിരി കളറൊക്കെ വരത്തേച്ച. നല്ല തെച്ചിക്കോട്ട. ഈ തവണ ബനാറസിൻ്റെ സാരി ത്രെഡ് വർക്കിൻ്റെ ആട്ടോ കാണിക്കുന്നത്. ചിലർക്ക് ഗ്ലോ ഇല്ലാത്തത് ഇഷ്ടമില്ലേ? ഇത് പണ്ട് നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഒത്തിരി വില കുറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ 2000-ക്ക് എടുത്തത്. ഞാനിതിൻ്റെ നേവി ബ്ലൂ എടുത്തു. അടിപൊളി സാരി അല്ലേ? 1599. ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് ആട്ടോ. ഇങ്ങനെ ബോർഡർ. ഇത് എടുത്തുകൊണ്ട് കല്യാണത്തിന് വരാൻ വിട്ടാണ്ട് നോക്കണം. ഇത് ബനാറസ് സാരി അല്ലേ? ഇതെനിക്കുള്ളത്. ഇതാദ്യം ഇറങ്ങിയപ്പോൾ നമ്മൾ കാണിച്ചപ്പോൾ 2000 ആയിരുന്നു. ഇത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. സെയിം ഡീലറിൻ്റെ ഇന്നാട്ടോ. ഒത്തിരി ഡിമാൻഡ് വരുമ്പോൾ ഒത്തിരി വോളിയം ഉണ്ടാക്കും. ഇതെന്ന് എൻ്റെ കണ്ണട ഞാൻ നോക്കുക. ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലൗസ് പീസ്, ടാസൽസ് നല്ലതാട്ടോ. ഇത് ബ്ലാക്ക് അല്ലോ, നേവി ബ്ലൂ അല്ലേ? നല്ലതാട്ടോ. ഇപ്പോൾ സാരി എടുക്കാൻ ചെന്നാൽ ഒരു സാരിയും കിട്ടണില്ലെന്നേ. ഞാൻ സാരി എടുക്കുമെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാണ് ഇതെടുക്കെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ ദൈവമേ, ഒരു 2-3 മാസമായിട്ട് എപ്പോഴും നമ്മൾ സ്വർണവും ഡ്രസ്സും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് കാണുന്ന ഇഷ്ടപ്പെടുമ്പോൾ എടുത്തു വയ്ക്കുക. കല്യാണം വരുമ്പോൾ ഓർഡർ തട്ടെ. ഇന്ന് തന്നെ ആൾക്കാർ ഉപദേശ അനുസരണം വേണം. ഞാനിങ്ങനെ എടുത്ത സാരി അത്ര അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാനത് കൊടുത്തു നിന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറി ഓർണമെൻറ്റ്സൊക്കെ ഇട്ടൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. സാരി തുണിയുടെ കൂടെ കാണിക്കാൻ സമയം കിട്ടുമെന്ന് അറിയാൻ കൊള്ളാം. സാരി കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനെ രാത്രിയിലെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ട്. 1299 കോട്ടയിൽ ബ്ലാക്കിൽ. ഇത് നിങ്ങളെല്ലാവരും നോക്കി എല്ലാവരും റീസ്റ്റോക്ക് ചോദിച്ചേക്കണ സാധന. ബ്ലൗസ് മേടിച്ചിട്ടാണ് ഈ അഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മഞ്ഞ താഴെ അവരെ വിളിച്ചു പറയണേ. 1299 ഓറഞ്ച്, ബ്ലൂ, പിങ്ക്,
യെല്ലോ, അടിപൊളി സംഭവം കേട്ടോ. ബ്ലാക്കിൽ ഗ്രീൻ, പെട്ടെന്ന് എടുത്തോ. ഇത്രയും കാലം കൂടി വന്നെ, ദൂരം കാലമൊക്കെ റീസ്റ്റോക്ക് ചോദിച്ചതെന്നറിയാം. ഈ അടിപൊളി സാരി ഇത് കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ വിലയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ, ഒന്നും തോന്നരുത്. 1099 രൂപയുള്ളൂ, കുറച്ചേ കിട്ടിയുള്ളൂ. ഞാൻ ചെന്നപ്പോഴത്തേന് എല്ലാം തീർന്നു പോയായിരുന്നു ബ്ലൗസ് പീസിൽ. ഒറിജിനൽ ക്രേപ്പാന്ന് എനിക്ക് തോന്നണം. നീ കണ്ടിട്ട് ഒറിജിനലല്ലേ? 1099 ഉള്ളൂ. അടിപൊളി സാരിയാണ്. അപ്പോൾ എല്ലാവരും പറയും നല്ലത് കാണുമ്പോൾ കുറച്ചേ കൊണ്ടുവരുള്ളൂ. എനിക്ക് അത്രേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഇനി റീസ്റ്റോക്കൊക്കെ വന്നെ എപ്പോഴാണെന്ന് പോലും അറിയാൻ പോകും. ചാടി വെബ്സൈറ്റിൽ എടുക്കുക, അല്ലാത്തവർ 4 ഓൺലൈൻ പിള്ളേരോട് ചോദിക്കുക. ഇതൊക്കെ ഞാൻ ഇപ്പോഴേ റീസ്റ്റോക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കിട്ടണേ എന്നാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. നല്ല കളേഴ്സ് അല്ലേ? ഇതിൽ ഇന്ന കളർ തന്നെ നോക്കണ്ട കേട്ടോ. ഒരു കളർ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും കളർ എടുത്തു. ഓ, ഞാൻ ഈ സാരി എടുക്കാൻ നടക്കണ പോലെ എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് വന്ന കാരണം എന്ത് തലവേദനയാണോ. വലിയ വലിയ കടയിൽ ചെന്നപ്പോൾ പട്ട് സാരിയുടെ ഒക്കെ നല്ല കളക്ഷനും ഇല്ലെന്നേ. ഷോ, സോഫ്റ്റ് സിൽക്കിൻ്റെ നല്ല കളക്ഷൻ ഇല്ല. ഉള്ള അപ്പടിയും കസവൊക്കെ ആയിട്ട് എടുത്താൽ പോലാത്ത സാരികളാണ്. ഞാൻ നല്ലൊരു ഓറഞ്ച് സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ അപ്പോൾ അവർ പറയുക കൊള്ളൂലെന്നുകൊണ്ട് എനിക്ക് മനസ്സങ്ങ് ഭയങ്കര ഡിമ്മായി. ഞാൻ ഉടുത്തിട്ട് കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞാൽ പറയാം. പിള്ളേരങ്ങനെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ നല്ല കാശൊക്കെ മുടക്കി ഡൈ ചെയ്യിച്ചൊരു ഓറഞ്ച് കളർ, ഇടിവെട്ടി കളറായെങ്കിലും നല്ല കളറാണ് ഓറഞ്ച്. ഇത് നല്ല മഞ്ഞയും പച്ചയും കോമ്പിനേഷന് ബ്ലൗസ് പീസ്. ഇത് അടിപൊളി സാരി, സൂപ്പറാട്ടോ. ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ലതാട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. എല്ലാ സാരിയും ഇതേ ഒത്തിരി വെറൈറ്റി കൊണ്ടുപോകാനുണ്ട് കേട്ടോ. പെട്ടെന്ന് എടുത്തു. പെട്ടെന്നെടുത്തു. ഇത് നല്ലൊരു പ്ലെയിൻ സാരി കണ്ടോ. ഇതിൻ്റെ നടുക്കത്തെ മെറ്റീരിയൽ എന്നാ ഈ ഒരു സെമി മൊഡാല് പോലെ ഇരിക്കും കേട്ടോ. ഒറിജിനൽ മൊഡാലല്ല. സൂപ്പർ സാരി. 1499 ഉള്ളേ. നല്ലത് നെള്ളൊന്നും അടിക്കില്ല. ബ്ലൗസ് എന്നാ നോക്കട്ടെ കേട്ടോ. പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ്. ഏതാ ബ്ലൗസ് പീസ്? അയ്യോ, ഇത് തന്നെയാണ് അതിഥിരിയെന്ന് തോന്നുന്നു അല്ലേ? ബോർഡറൊക്കെ ഇത് സൂപ്പർ സംഭവം കേട്ടോ. ഈ വശത്തെ ബോർഡർ ഇതെവിടെ ഡിഫറൻറ്റ്. ഇനി ഇതിൻ്റെ റീസ്റ്റോക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ വിടുത്തുമ്പോഴാണ് അതിങ്ങനെ നല്ല ഭംഗി തോന്നാൻ. അന്നപ്പോഴത്തേനും എല്ലാം സെക്കൻഡിനുള്ളിൽ വേണം കാര്യങ്ങൾ. അതാണ് നല്ല രസമില്ലേ? ഇങ്ങനത്തെ കാഞ്ചീപുരം സാരി കിട്ടിയായിരുന്നു. ഞാനിതൊക്കെ നോക്കിയതാ. ഒറിജിനൽ കാഞ്ചീപുരം ഇങ്ങനെ ബ്ലാക്കും ഇങ്ങനെ അല്ലേ? ഇത് രസമായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇതുണ്ടോ? കുറേ കാലമായില്ലേ നമ്മുടെ ബാത്തിക്കിനെ കണ്ടിട്ട്. കഴിഞ്ഞ ഓണേ ഒരെണ്ണം ഇട്ടു, അത് അപ്പടിയും തീർന്നു. ഈ തവണ വേറെ ഡിസൈൻ. 899 രൂപയുള്ളേ. എന്തോരം വെറൈറ്റിയാണ് പറക്കി കൊണ്ടുവന്നെ. ഒരു ഓണസദ്യ തന്നെ ഒരുക്കണില്ലേ? ബ്ലൗസ് പീസ് ഇതാ. ഒരു ഓണസദ്യ തന്നെ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. പെട്ടെന്ന് എടുത്തു.
പ്ലെയിൻ ബ്ലൗസ് കേട്ടോ. നല്ല സംഭവമാണ്. ബ്ലൗസ് ഇത് 899 രൂപയുള്ളൂ. സഫിയർ അടിപൊളി. അതിൻ്റെ ബ്ലൗസ് ഇത് ഇങ്ങനെ അടിപൊളിയല്ലേ? സൂപ്പർ സൂപ്പർ. മെറൂൺ, റെഡിഷ് മെറൂൺ. ഇന്നലെ മുടി കളർ ചെയ്തപ്പോൾ ഭയങ്കര കളറായി. പിന്നെ അതിലേക്ക് ഇച്ചിരി ബ്രൗൺ ഇട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അത്രയും ബ്രൗൺ ഇടണ്ടായിരുന്നു. കരാട്ടിന് അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം മുടി മറ്റേ പണ്ടൊക്കെ കളർ ചെയ്യുമ്പോഴത്തേനും മുടിയുടെ ഇടപാട് വീഴുമായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. വേണ്ട, നല്ല കളറാണോ? ഇച്ചിരൂടെ അടുത്ത ദിവസം ഇച്ചിരൂടെ കളർ ചെയ്യാൻ പോവാം. ആദ്യം ഈ കളർ കാണുമ്പോൾ ടെൻഷനില്ല. പിന്നെ ഇച്ചിരൂടെ കളറാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രായമൊന്നും നോക്കണ്ടത്. നമ്മളെപ്പോഴും ഓർക്കണം, എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരാമെന്ന് പറഞ്ഞാൽ ഈ ശമ്പരാൻ്റെ പുറകെ നടക്കണേ. ഞാൻ പ്രായത്തിൻ്റെ ഒന്നും ചിന്താഗതിക്ക് പോകില്ല. നമ്മൾ ചെറുപ്പക്കാർ അങ്ങനെ ആകാൻ മനസ്സൊക്കെ ശ്രദ്ധിക്കണം. അപ്പോഴേ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അയ്യോ പ്രായമായി എങ്ങനെ പെട്ടെന്നൊക്കെ പ്രായമായി പോകും. ഇത് റെഡിഷ് മെറൂൺ. മുന്തിരി കളർ. അടിപൊളി സംഭവങ്ങളാണ്. നല്ല ഒരു ലൈറ്റ് ബ്ലൂ. സൂപ്പർ സംഭവം കേട്ടോ. സൂപ്പർ സംഭവങ്ങൾ. ബ്രിക്ക് കളർ. പ്ലെയിൻ ബ്ലൗസ്. ബ്ലൂ. ഇപ്പം ടിഷ്യൂ സാരി. ഞാൻ ടിഷ്യൂ ബനാറസും ഒക്കെ തിരക്കിയാണ്. എൻ്റെ സാരി വന്നിട്ടേ ഇല്ല കേട്ടോ. ചുരിദാർ മാത്രമേ ടിഷ്യൂ ബനാറസ് വന്നുള്ളൂ. ഇത് കുറഞ്ഞേലും ടിഷ്യൂ സാരി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ചീപുരത്തിലൊക്കെ ടിഷ്യൂ അത് 26-28 രൂപ. 20,000 മേടില്ല. അയ്യോ, അതൊക്കെ ഓർത്താൻ മേടിക്കാനിത് കണ്ടോ. നല്ലൊരു ഫാൻസി സാരി. എന്നാ വില? 899 രൂപയുള്ളേ. ബ്ലൗസ് പീസ് പ്ലെയിനാ അല്ലേ? ആ എവിടെ? അതേ ഇങ്ങനെ ബ്ലൗസൊക്കെ നല്ല മോഡേൺ ആർട്ടാട്ടോ. അതേ കണ്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 899 രൂപയുള്ളൂ. ഒന്ന് സാരി കൊടുത്തു, 2-3 സാരി കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ സ്കേർട്ടും ബ്ലൗസും ആക്കാം, ലാച്ചയാക്കാം, ഹാഫ് സാരി ആക്കാം, ചുരിദാറും ഷോളും ആക്കാം. എന്തെല്ലാം വിദ്യ പറഞ്ഞു തന്നു. നല്ല കളർ ചാർട്ടിലാട്ടോ. ഈ വിലക്കുറഞ്ഞ സാരിയിലുള്ള കളക്ഷനുകളും കളറുകളും കാണണേ. $899. ഇപ്പോൾ വില കൂടിയതിലൊന്നും നല്ലതില്ലാത്ത എനിക്ക് തോന്നുന്നത് അതൊക്കെ എടുക്കാൻ ചിലവ് കുറഞ്ഞായിരിക്കും. വില കുറഞ്ഞത് അതേ സെയിം മോഡൽ. ഇപ്പോൾ ഫോറിൻകാരൊക്കെ വരുമ്പോൾ വില കുറഞ്ഞ സാരിയാണ്. മറ്റേ പണ്ട് കാഞ്ചീപുരവും ടെസറും ഒക്കെ എടുത്തുകൊണ്ടിരുന്നവർ ബനാറസ് 1500-യും 2000-യുടെ ഒക്കെ അവിടുത്തെ ഫംഗ്ഷന്. അവിടെ ഒന്നും ആർക്കും വില അറിയാൻ പാടുള്ളൂ. സെയിം ലുക്കും അതൊക്കെയാണെന്ന് തോന്നുന്നു. പുതിയത് നല്ലതിൽ കളക്ഷൻ കുറവ്. ഇത് കണ്ടോ, അടിപൊളി സംഭവം. ലൈലാക്ക്. അടിപൊളിയല്ലേ? ഓ ഇനിയുണ്ട് എൻ്റെ അമ്മയെ കളറുകൾ. ഏത് കളർ എടുക്കുമെന്ന് നിങ്ങൾ ഞെട്ടിപ്പോകും. ഇതേ ഓ ഇനിയുണ്ട് കേട്ടോ. ആ ഇട്ടിട്ട് പോകരുത് കേട്ടോ. ഇനിയുണ്ട് സാരികൾ, ഇനിയും കിടക്കുവാണ്.
സൂപ്പർ സംഭവങ്ങളാണ്. $299 നല്ല സാരിയല്ലേ ഇത്? ബ്ലൗസ് പീസോ ഡിസൈൻ വ്യത്യാസമുണ്ട് അല്ലേ? ഈ പൂക്കൾ ബ്ലൗസ് വേണമെങ്കിൽ പ്ലെയിൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ തയ്ക്കാം അല്ലേ? അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൻ്റെ ഇങ്ങനത്തെ ബ്ലൗസ് ഇട്ടാലും മതി. $299 നേരിടും അടിക്കില്ലേ? മഴക്കാലത്ത് കൊടുക്കാനും സോഫ്റ്റ് മെറ്റീരിയലിന് പെട്ടെന്ന് എടുത്തോ. നല്ല ഡിസൈനുകളോ ഈ വിലയല്ലേ ഉള്ളൂ. ഇത് രസമല്ലേ ബാന്തിരി ഡിസൈനും. $299 അടിപൊളി സംഭവങ്ങളാണ്. അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. നല്ല സംഭവമാണ്. ഗ്രാൻഡാണ്. നല്ല പച്ച, ലൈലാക്ക്, ആർക്കും കിട്ടിയിരുന്നു വേണ്ട. നിങ്ങൾക്ക് നല്ലത് കിട്ടുമ്പോൾ എടുത്തോട്ടോ. നമ്മളൊരു കാര്യത്തിന് തേടി ഇറങ്ങുമ്പോൾ കിട്ടില്ല, കൈ വരുമ്പോൾ ചാടി പിടിക്കുക. പിന്നെ അന്വേഷിച്ചിറക്കുമ്പോൾ കിട്ടില്ല. സമയം തക്കത്തെ വിനിയോഗിക്കണം. എൻ്റെ ദൈവമേ, ഞാനത് പണ്ടേ പഠിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കട്ടെ. ഓറഞ്ച് കളർ അല്ല, പച്ച. ഓറഞ്ച് സാരി കല്യാണത്തിന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ മനസ്സിൽ ആ ചിന്തയായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.